السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ 27ാമത്തെ രാവിലാണ്. ആ ദിവസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ രാത്രി വളരെ പ്രധാനമുള്ള രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അതിൽ നാം ലൈലത്തുൽ ഖദറിൽ പള്ളിയിലോ എവിടെയായിരുന്നാലും ഇരുന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നാൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും. 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഉണർത്തൽ മാത്രമാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ പ്രത്യേകമായി മലക്കുകൾ ഇറങ്ങും. അപ്പോൾ ലൈലത്തുൽ ഖദർ മലക്കുകൾ ഇറങ്ങുമ്പോൾ മലക്കുകൾ ഇറങ്ങാത്ത സ്ഥലങ്ങളുമുണ്ട്. മലക്കുകൾ വരുമല്ലോ, എല്ലാം രേഖപ്പെടുത്തുമല്ലോ. ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മലക്കുകൾ നോക്കും, കാണും. അപ്പോൾ ആ മലക്കുകൾ ചില സ്ഥലങ്ങളിൽ ഇറങ്ങൂല. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് ഇറങ്ങപ്പെടാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇറങ്ങപ്പെടാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഈ ദേവാലയങ്ങൾ, ക്രിസ്ത്യാനി ദേവാലയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് പോയിട്ട് മലക്കൾ അവിടെ പോയി നമ്മൾ ഇരുന്നാൽ അവിടെ നിന്ന് മലക്കൾ വരില്ല. മലക്കൾ അവിടെ വന്ന് ഇരിക്കുകയും ഇല്ല. ബിംബങ്ങളുള്ള സ്ഥലങ്ങൾ, ബിംബാരാധനയുടെ അവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ പോയിട്ടോ അവിടെ ഒന്നും മലക്കൾ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് വന്നിട്ട് ഇറങ്ങുകയൊന്നുമില്ല. പിന്നെ നായികളുണ്ടെങ്കിൽ വീടുകളിലോ, നമ്മൾ നായികളെ അനുവദിക്കപ്പെടാത്ത സ്ഥലങ്ങൾക്കൊക്കെ നായിയെ വളർത്തുന്നുണ്ടാവുമല്ലോ. അപ്പം നായിയുള്ള സ്ഥലങ്ങളിലും ആരും വരില്ല. ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് മലക്കുകൾ ഇറങ്ങി വരില്ല. വളരെ ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദറിൻ്റെ പോലീശ പറയുന്നത് മലക്കുകൾ ഇറങ്ങാത്ത സ്ഥലങ്ങളാണ്. ലൈലത്തുൽ ഖദർ പ്രത്യേകമായി മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങപ്പെടാത്ത സ്ഥലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നായിയുള്ള വീട്ടിലേക്കും മലക്കുകൾ ഉണ്ടാവില്ല, ഇറങ്ങൂല. പിന്നെ ജീവനുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന വീടുകളൊക്കെ വലിയ ജീവികൾ ഉണ്ടാക്കുന്ന പ്രതിമാക്കിയിട്ട് വെക്കുന്ന വീടൊക്കെ ഉണ്ടാകും. അവിടെ ഒന്നും മലക്കൾ വന്ന് ഇറങ്ങൂല. തസ്വീർ പാടില്ലല്ലോ. രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു വസ്തുവും ഉണ്ടായാൽ അവിടെ മലക്കൾ വരൂല. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ എന്തിൻ്റെല്ലാം ആനൻ്റെയും പശുവിൻ്റെയും മറ്റേതിൻ്റെല്ലോ എല്ലാത്തിൻ്റെയും മാനിൻ്റെയും പുലിൻ്റെ ഒക്കെ പ്രതിമ ഉണ്ടാക്കി വെക്കുന്ന ചില വീടുകളൊക്കെ ഉണ്ട്. എല്ലായിടത്ത് മാറ്റിക്കൊള്ളണം, മലക്കൾ ഇറങ്ങൂല എന്നാണ് പറയുന്നത്. പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആ പ്രതിമയാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അത് മദ്യപിക്കുന്ന സ്ഥലത്തുനിന്നും മലക്കൾ വരൂല. മദ്യപാനം ഇരിക്കുന്ന സ്ഥലം, കുടിക്കുന്ന സ്ഥലം ഉണ്ടാകും, അവിടെ ഒന്നും മലക്ക് വരൂല. ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുന്നിൽ കള്ളു കുടിക്കുന്നവരുണ്ടോ? ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് അതെല്ലാം ജാഗ്രതയാക്കണം, വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. പിന്നെ കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, കുടുംബത്തിൽ കലാപം സൃഷ്ടിക്കുന്നവർ, കുടുംബബന്ധം മുറിക്കുന്നവർ, അവരുടെ വീട്ടിലേക്കൊന്നും മലക്കുകൾ വരൂല. അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സിലത്തുർ റഹ്മല്ല വേണ്ടത്. അപ്പോൾ കുടുംബബന്ധം മുറിച്ചവൻ്റെ വീട്ടിലേക്കും എന്താവില്ല. അവിടെ എന്താണ്? പരസ്പരം സൗഹാർദ്ദ സ്നേഹത്തിലാണ് വേണ്ടത്. അന്ന് കുടുംബബന്ധം മുറിക്കുമ്പോൾ അവിടെ മലക്കൾ വന്ന് ഇറങ്ങൂല. പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കുങ്കുമം ഇതൊക്കെ തേക്കുന്ന ചില ആളുണ്ടാവും. ഈ കുങ്കുമം ഇതെല്ലാം പൊടിയൊക്കെ തേച്ചിട്ട്, ഈ ഹൈന്ദവർ തേക്കുന്ന ഒരു കുങ്കുമപ്പൊടി ഇതെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്ന അതെല്ലാം ഇങ്ങനെ വിതരുന്ന വീടൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വീട്ടിലേക്കൊന്നും മലക്ക് വരൂല. വളരെ ശ്രദ്ധിക്കണം. മലക്കൾ വരാത്ത സ്ഥലങ്ങളപ്പോൾ ഞാൻ പറഞ്ഞത്. പന്നി മാംസമുള്ള, പന്നി കഴിക്കുന്ന ഇറച്ചിയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ ഒന്നും മലക്കൾ വരൂല. അല്ലാഹു തആല നമ്മുടെ വീട്ടിലേക്കൊക്കെ മലക്കൾ വരുന്ന വീടാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ മഹത്തായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് അന്ന് നിങ്ങൾ ആ രാവിലെ അല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ, നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ, നമ്മുടെ ദോഷങ്ങളൊക്കെയും മുമ്പ് കഴിഞ്ഞുപോയ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയതും എല്ലാ ദോഷങ്ങളും പുറത്തു തരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുമാത്രമല്ല, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച് എന്താണ് ചെല്ലേണ്ടത് ചോദിച്ചപ്പോൾ കൂടുതലായി ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇതും ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇവിടെ മലക്കൾ ഇറങ്ങി വരാത്ത സ്ഥലങ്ങളാണ് നേരത്തെ പറഞ്ഞത്. കള്ളുകുടിയന്മാരുടെ വീട്ടിലേക്ക് വരൂല, കള്ളു കുടിക്കുന്ന മധ്യത്തിൽ വരൂല, പന്നി മാംസത്തിൻ്റെ അടുത്ത് വരൂല, അതുപോലെ തന്നെ രൂപമുണ്ടാക്കി വെക്കുന്ന സ്ഥലത്തേക്ക് വരൂല.
ക്രിസ്ത്യാനി ദൈവങ്ങളുടെ ആരാധന ഉണ്ടാക്കുന്ന അവിടത്തേക്ക് വന്ന് ഇറങ്ങൂല. ബിംബുണ്ടാക്കുന്ന അവിടെ ഒന്നും മലക്കളുണ്ടാകൂല. ബിംബ ആരാധന നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും മലക്കളിറങ്ങൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും പള്ളിയിലേക്ക് വരാൻ നോക്കുക. നല്ല നിലക്ക് പരിശുദ്ധ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ ഒരൊറ്റ ദിവസം കൊണ്ട് നാം അതിന് വേണ്ടി മെനക്കെട്ട് അന്ന് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ എത്ര മാസത്തെ പ്രതിഫലം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ എല്ലാവരും പള്ളിയിലേക്ക് വരിക. നല്ല നിലക്ക് തഖ്വയോടെ ഇരുന്ന് ഖുർആനും ദിക്റും തസ്ബീഹ് നിസ്കാരങ്ങളും മറ്റുള്ള എല്ലാ സൽക്കരമായി കൊണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നാൽ നമ്മുടെ ദോഷങ്ങൾ തന്നെ എന്താണ് എന്ന ബിഹിയിലേക്ക് പെടണമെങ്കിൽ എല്ലാവരും നല്ല നിലക്ക് വരണം. ഇതുവരെ വന്നവരൊക്കെ ഇനി അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും വന്നുകൊണ്ട് അതിനെ അയഹത്താക്കാൻ വേണ്ടി നോക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലാഹു നമ്മളെ ആക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.